നമസ്കാരം. ഇന്ന് ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനം. ശാരീരികമോ മാനസികമോ ആയ ചില പരിമിതികളുള്ളവരെയാണ് നാം ഭിന്നശേഷിക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അവരൊരിക്കലും നമ്മളെക്കാൾ പിന്നിലാണെന്ന് കരുതാനാവില്ല. എല്ലാ മനുഷ്യരിലും കഴിവുകളും കഴിവുകേടുകളുമുണ്ട്. ചുരുക്കത്തിൽ എല്ലാവരും സമന്മാരാണ്. ഭിന്നശേഷിക്കാർ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഈ സഹോദരങ്ങളിലെ വിവിധങ്ങളായ കഴിവുകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനും മുഖ്യധാരയിൽ എത്തിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. അതിനുവേണ്ടിയാവട്ടെ ഇന്നത്തെ അസംബ്ലി. പ്രാർത്ഥന മനസ്സിന് ശക്തിയും ഉന്മേഷവും പകരുന്നു. നമ്മുടെ ഇന്നത്തെ ദിവസവും പ്രാർത്ഥനയാൽ ധന്യമാവട്ടെ. ഈശ്വര പ്രാർത്ഥനയ്ക്കായി 9 സിയിൽ നിന്നും ആര്യലക്ഷ്മിയെ ക്ഷണിക്കുന്നു. സത്യമായി ശുദ്ധ സ്നേഹമായി നിത്യത്യാഗമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയല്ലാഹും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദീപ്തമാക്കണേ. എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദീപ്തമാക്കണേ. എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദീപ്തമാക്കണേ. നല്ല ചിന്താശകലം നമ്മുടെ മനസ്സിൽ ഉണർത്തുക തന്നെ ചെയ്യും. ഇന്നത്തെ ചിന്താവിഷയവുമായി 10 നിന്നും ശ്രേയ. ഞാൻ ശ്രേയ ബി, ക്ലാസ് 10. ഇന്നത്തെ ചിന്താവിഷയം: കണ്ണുകൾക്ക് ശേഷിയില്ല എന്നത് ഒരുവനെ കാഴ്ചപ്പാടില്ലാത്തവനാക്കുന്നില്ല. സ്റ്റീവ് വണ്ടർ. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം വിദ്യാലയങ്ങൾക്കാണ്. രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരമാകട്ടെ നമ്മുടെ ഈ കൂട്ടായ്മ. പ്രതിജ്ഞ ചൊല്ലുന്നതിനായി 5 നിന്നും വസുദേവിനെ ക്ഷണിക്കുന്നു. Pledge. India is my country. All Indians are my brothers and sisters. I love my country and I am proud of its traits and worried heritage. I shall always try to be worried of it. I shall give my parents, teachers and all elders respect and treat everyone with courtesy. To my country and my people I pledge my devotion. In their well-being and property alone lies my happiness. വിരൽ തുമ്പിലുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എങ്കിലും ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമാണ്. വാർത്തകൾ വായിക്കുന്നത് 8 നിന്നും ശ്രേയസ് കൃഷ്ണ. നമസ്കാരം, എൻ്റെ പേര് ശ്രേയസ് കൃഷ്ണ. ഞാൻ SSCU GVHSS പട്ടണക്കാട് സ്കൂളിൽ പഠിക്കുന്നു. പ്രധാന വാർത്തകൾ: പെരിയ ഇരട്ടക്കൊലപാതകം CBI. ശബരിമല തീർത്ഥാടകരുടെ എണ്ണം 1000 വീതം കൂട്ടി. ബുറേവി ചുഴലിക്കാറ്റ് ഇന്നെത്തും. ദേശീയ ഫുട്ബോൾ താരം ഫ്രാൻസിസ് ഇഗ്നേഴ്സ് അന്തരിച്ചു. വാർത്തകൾ വിശദമായി. ശബരിമല തീർത്ഥാടകരുടെ എണ്ണം 1000 വീതം കൂട്ടി. ശബരിമല തീർത്ഥാടകരുടെ എണ്ണം 1000 വീതം കൂട്ടി. സർക്കാർ ഉത്തരവ്. തിങ്കൾ മുതൽ വെള്ളി വരെ 1000 എന്നത് 2000 ആക്കി. ശനി ഞായർ ദിവസങ്ങളിൽ 2000 പേർക്ക് ദർശനത്തിന് അനുമതി ഉണ്ടായിരുന്നു. ഇനി മുതൽ അത് 3000 ആക്കും. പോലീസിന്റെ വിർച്വൽ ക്യൂ വഴിയുള്ള ഓൺലൈൻ ബുക്കിംഗ് ബുധനാഴ്ച രാവിലെ ആരംഭിക്കും. ഡിസംബർ 15 ചീഫ് സെക്രട്ടറി തല യോഗം ചേർന്ന് പ്രവർത്തനം വിലയിരുത്തിയ ശേഷം കൂടുതൽ തീർത്ഥാടകരെ അനുവദിക്കുന്ന കാര്യം ആലോചിക്കും. ശബരിമല online.org എന്ന വെബ്സൈറ്റിൽ പോലീസിന്റെ വിർച്വൽ ക്യൂ സംവിധാനത്തിൽ ബുധനാഴ്ച മുതൽ തീർത്ഥാടകർക്ക് ബുക്ക് ചെയ്യാം. ബുറേവി ചുഴലിക്കാറ്റ് ഇന്നെത്തും. തെക്കൻ കേരളത്തിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം. തെക്കൻ കേരളത്തിലും തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ചുഴലിക്കാറ്റ് സാധ്യത മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദം ബുധനാഴ്ച വൈകുന്നേരത്തോടെ ചുഴലിക്കാറ്റായി മാറുന്ന സാഹചര്യത്തിലാണ്. ബുറേവി ചുഴലിക്കാറ്റ് ബുധനാഴ്ച ശ്രീലങ്കൻ തീരമായ ട്രിമോഗോവിൽ കരതൊടും. അവിടെ 95 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റു വീശാൻ ഇടയുണ്ടെന്നാണ് പ്രവചനം. പിന്നീട് മാന്നാർ ഉൾക്കടൽ വഴി
കന്യാകുമാരി മേഖലയിലേക്ക് കടക്കും. വ്യാഴാഴ്ച കന്യാകുമാരിക്കും തെക്കൻ തമിഴ്നാട് തീരത്തേക്ക് കടക്കുമെന്നാണ് കരുതുന്നത്. നാളെ 4 ജില്ലകളിൽ റെഡ് അലർട്ട്. ദേശീയ ഫുട്ബോൾ താരമായിരുന്ന ഫ്രാൻസിസ് ഇഗ്നേഷ് അന്തരിച്ചു. ബംഗളൂരു. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഗോൾ കീപ്പർ ആയിരുന്ന ഫ്രാൻസിസ് ഇഗ്നേഷ് അന്തരിച്ചു. 54 വയസ്സാണ്. 1992 ഇന്ത്യൻ ടീമിനു വേണ്ടി കളിച്ചിട്ടുണ്ട്. 1986 വരെ IM വിജയനും സത്യനുമൊപ്പം കേരള പോലീസിനു വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇന്നത്തെ വാർത്ത പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. സന്തോഷിപ്പിക്കുന്നതിനായി പത്തെഫിലെ ദേവിചന്ദൻ അവതരിപ്പിക്കുന്ന ഒരു നൃത്തം. പത്തെഫിലെ ശ്രീഹരി താൻ വരച്ച ചിത്രങ്ങൾക്കൊപ്പം ഒരു ഗാനവുമായി 8Fൽ നിന്നും ഡെലീന സാബു നിങ്ങൾക്ക് മുമ്പിൽ. ശിശുക്കാർക്കായി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് അമ്മയ്ക്കൊപ്പം വായന. ഇതിന്റെ നേർക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മമ്മ. ഇത്തവണ സ്കൂൾ തുറന്നപ്പോൾ തന്റെ 3ാമത്തെ പേരക്കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ അമ്മമ്മ വന്നിരുന്നു. വീടിനടുത്ത ലോവർ പ്രൈമറി വിദ്യാലയത്തിൽ നിന്ന് 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവനെയും ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. മൂത്ത 2 പേരെയും ഇതേ പ്രായത്തിൽ തന്നെയാണ് ആ സ്കൂളിലേക്ക് അമ്മ കൊണ്ടുവരുന്നത്. അവരിൽ മൂത്തവൻ ഇപ്പോൾ 9-ലെത്തി, താഴെയുള്ളവൻ 7. ഇനി അമ്മമ്മ തന്റെ ചെറിയ വീട്ടിലൊറ്റക്കാണ്. ഒന്നോർത്താൽ അമ്മമ്മക്ക് ആശ്വാസമാണ്. എന്നാൽ ചിന്തകൾ പെരുകുന്തോറും മഹാസങ്കടവും. ഭിന്നശേഷി ദിനാചരണ സന്ദേശം നൽകുന്നതിനായി ബഹുമാനിയ HM ശ്രീമതി ജിജി ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ കുട്ടികളെ, ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനം. നമ്മുടെ കാഴ്ചപ്പാടിൽ ചില പരിമിതികൾ ഉള്ളവരെയാണ് നാം ഭിന്നശേഷിക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അവരിൽ ഒരുപാട് കഴിവുകൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. ഈ കഴിവുകളെ പരിപോഷിപ്പിച്ച് അവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. ഇത്തരം ദിനാചരണങ്ങൾ അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരുപാട് പരിമിതികൾ ഉണ്ടായിട്ടും ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഹെലൻ കെല്ലറും സ്റ്റീഫൻ ഹോക്കിൻസും നമുക്ക് നല്ല മാതൃകകളാണ്. അവർക്കതിന് കഴിഞ്ഞത് അവരുടെ ചുറ്റുമുള്ള കുറെ നല്ല മനുഷ്യരുടെ സപ്പോർട്ട് കൊണ്ടുകൂടിയാണ്. അതിനാൽ നമുക്കും നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാം. ജീവിത വിജയം നേടാനുള്ള അവരുടെ പരിശ്രമങ്ങളിൽ നമുക്കും പങ്കാളികളാവാം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊള്ളുന്നു. പരിമിതികളെ അതിജീവിച്ച് മുഖ്യധാരയിലെത്തി ജീവിത വിജയം കൈവരിച്ച നിങ്ങൾക്കേവർക്കും സുപരിചിതയായ നമ്മുടെ സ്വന്തം പ്രസീത ടീച്ചർ നമ്മളെ അഭിസംബോധന ചെയ്യുന്നു. നമസ്കാരം. എൻ്റെ പേര് പ്രസീത മനു. ഞാൻ SSCU GVHSS പട്ടണക്കാട് UP സ്കൂൾ ടീച്ചറായി ജോലി ചെയ്യുന്നു. ഇന്ന് ഡിസംബർ 3, ലോക ഭിന്നശേഷി ദിനം. ഭിന്നശേഷി ദിനമായി ആചരിക്കുന്ന ഇന്ന് നിങ്ങളുമായി കുറച്ച് കാര്യങ്ങൾ പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
1992 മുതലാണ് ലോക വികലാംഗ ദിനമായി ഡിസംബർ 3 ആചരിക്കുവാൻ തുടങ്ങിയത്. ഇപ്പോൾ അത് ഭിന്നശേഷി ദിനം എന്ന പേരായി മാറിയിരിക്കുന്നു. വ്യത്യസ്ത കഴിവുകൾ ഉള്ളവർ എന്നാണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ജന്മന കാഴ്ചാവൈകല്യം നേരിടുന്ന ഒരാളാണ്. 4-5 വയസ്സായപ്പോൾ തന്നെ എനിക്ക് പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പാരൻസിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും ചോദിക്കുമായിരുന്നു, എന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാൻ വിടാത്തത്? എനിക്ക് ഒരു ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ സ്കൂളിൽ പോകുമ്പോൾ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ചേട്ടനോടൊപ്പം സ്കൂളിൽ പോകണം. എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിടുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ അതിനൊരു ഉത്തരം പറയുവാൻ സാധിച്ചിരുന്നില്ല. കാരണം എൻ്റെ ഈ കാഴ്ചക്കുറവുള്ള ഒരാൾക്ക് സാധാരണ കുട്ടികളുടെ ഒപ്പം ഇരുന്നാൽ എങ്ങനെ പഠിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് എന്തായാലും എൻ്റെ ഭാഗ്യം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും ഏജ് ഓവർ ആവാതെ തന്നെ 6 വയസ്സുള്ള സമയത്ത് തന്നെ എനിക്ക് സ്കൂളിൽ പോകാൻ സാധിച്ചു. ദൃശ്യവൈകല്യമുള്ളവരുടെ വെളിച്ചമായി പ്രകാശിക്കുന്ന കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അസീസി അന്ധവിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ കാഴ്ചയില്ലാത്ത സഹപാഠികളുടെ ഒപ്പമാണ് ഞാൻ പഠിച്ചത്. അവിടെ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുവാനും കാഴ്ചയുള്ളവർ എങ്ങനെ പഠിക്കും എന്ന് മനസ്സിലാക്കുവാനും എനിക്ക് സാധിച്ചു. ബ്രെയിൽ ലിപിയിലുള്ള എഴുത്തും ആ ലിപിയിൽ തന്നെ ഉള്ള വായനയുമായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. മറ്റുള്ള കൂട്ടുകാർ കണ്ണുകൊണ്ട് വായിക്കുമ്പോൾ ഞങ്ങൾ കൈവിരലുകൾ കൊണ്ട് സ്പർശിച്ചു വായിക്കുകയായിരുന്നു. ഒരു കുട്ടി കുഞ്ഞുനാളിലെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് കിട്ടിയത് ആ സ്കൂളിൽ നിന്നാണ്. എത്ര വിജയത്തിലെത്തിയാലും മറക്കാനാവാത്ത ഒരു വിദ്യാലയമാണ് അസീസി അന്ധവിദ്യാലയം. 8 മുതൽ പിന്നെയുള്ള പഠന സമയത്ത് കാഴ്ചയുള്ള കുട്ടികളുടെ കൂടെ തന്നെയായിരുന്നു. അവരിൽ നിന്ന് ഒത്തിരി ഹെൽപ്പുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു നല്ല അധ്യാപികയാവുക എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അത് നേടിയെടുക്കുവാൻ എനിക്ക് സാധിച്ചു. എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പേരൻസിനും അതിനേക്കാൾ ഉപരി ദൈവത്തിനോടും അതിൽ ഞാൻ എപ്പോഴും നന്ദി പറയുന്നു. ഇപ്പോൾ എല്ലാ മേഖലകളിലും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് ഒന്നുമില്ല. ഇങ്ങേയറ്റം സാധാരണ ആളുകൾ ഫോൺ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. ടോക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫോൺ യൂസ് ചെയ്യുന്നു. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ എന്നിവയാണെങ്കിലും അതെല്ലാം ടോക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഞങ്ങൾക്കും ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ഭിന്നശേഷി ദിനാചരണം ആഘോഷിക്കുന്ന ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്നെപ്പോലെയുള്ള ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് സഹതാപമല്ല വേണ്ടത്, അംഗീകാരമാണ്. മറ്റുള്ളവർ ഞങ്ങളെ അംഗീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി, അമ്പൂറ്റിക്കണ്ണൻ്റെ മുൻപിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം. ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി. ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാ
കാത്തു കാത്തുണ്ടായൊരുണ്ണി അമ്പോറ്റിക്കണ്ണൻ്റെ മുൻപിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം കുഞ്ചുന്ന കിങ്ങിണി കെട്ടിത്തരാമമ്മ മോതിരമിട്ടു തരാം നാക്കത്തു തേനും വയമ്പും തേച്ചമ്മ മാറോട് ചേർത്തണയ്ക്കാം കൈ വളരുന്നതും കാൽ വളരുന്നതും കണ്ടോണ്ടമ്മയിരിക്കാം കൈ വളരുന്നതും കാൽ വളരുന്നതും കണ്ടോണ്ടമ്മയിരിക്കാം ആറ്റുനോറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി അമ്പോറ്റിക്കണ്ണൻ്റെ മുൻപിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം വീടോളം നീ തെളിഞ്ഞുയരുണ്ണി നാടോളം നീ വളര് മണ്ണോളം നീ ക്ഷമിക്കാൻ പഠിക്കുണ്ണി അമ്മയോളം നീ സഹിക്ക് സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്കാം കാലത്തിനറ്റത്തു പോകാം സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്കാം കാലത്തിനറ്റത്തു പോകാം ആറ്റുനോറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി അമ്പോറ്റിക്കണ്ണൻ്റെ മുൻപിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി ആറ്റുനോറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി അമ്പോറ്റിക്കണ്ണൻ്റെ മുൻപിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം. പ്രിയമുള്ളവരെ, ഇന്ന് ഡിസംബർ 3 ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ അവരുടെ കഴിവുകളെ അംഗീകരിക്കുക, അവരെ പൊതു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തി അവരുടെ കഴിവുകളെ അംഗീകരിച്ച് എല്ലാ വിധത്തിലുള്ള പിന്തുണയും നൽകിക്കൊണ്ട് മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ആദിത്യൻ KM, അവന് CP വിഭാഗത്തിൽ ഉള്ള കുട്ടിയാണ്. അവന് എഴുതുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ പാഠഭാഗങ്ങളൊക്കെ വായിക്കാൻ കഴിയും. 18-19 അവൻ 8ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിൽ വരുന്നത്. ഇപ്പോഴവൻ 9 മലയാളം മീഡിയത്തിലുണ്ട്. പാഠഭാഗമൊക്കെ വായിക്കാനൊക്കെയുള്ള കഴിവ് അവൻ നേടിക്കഴിഞ്ഞു. അവന്റെ സ്കൂളിൽ അവന് സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ചു വരാനുള്ള സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ അവനത് വലിയ സങ്കടമാണ്. എൻ്റെ കൂട്ടുകാരെ കാണുന്നതിലും എൻ്റെ സ്കൂളിൽ വരുന്നതിനും ഒക്കെ സാധിക്കുന്നില്ല എന്നുള്ള സങ്കടമുണ്ട്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ദിനേശ് സാറും ബിന്ദു ടീച്ചറിനും ഒപ്പം അവന്റെ ഗൃഹസന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ സ്കൂളിൽ വരാനുള്ള തീവ്രമായ ആഗ്രഹം പ്രകടിപ്പിച്ചത് അനുസരിച്ചിട്ട് സാർ ഒരു സുഹൃത്തിനെ കൊണ്ട് ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ ഒക്കെ സ്പോൺസർ ചെയ്യിച്ചിരുന്നു. മാത്രമല്ല അവന്റെ ഫിസിയോതെറാപ്പി ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും പ്രവാസി സുഹൃത്ത് വഴി ദിനേശ് സാറ് കുറച്ച് ധനസഹായം എത്തിച്ചിരുന്നു. അങ്ങനെ നല്ല അവര് പഠന പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ള കുട്ടിയാണ്. പാഠ്യേതര പ്രവർത്തനങ്ങളിലും അവന് വളരെ ഉത്സാഹമുണ്ട്. ഇപ്പൊ ഈ കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസ്സുകളിൽ ആദ്യത്തിനെ പോലെയുള്ള കുട്ടികൾക്ക് സജീവമായി പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവന് തന്റെ സഹപാഠികളെ കാണാനും അധ്യാപകരുടെയൊക്കെ ക്ലാസ്സുകൾ കേൾക്കുവാനും കാണുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവനെ പോലെയുള്ള മറ്റു കുട്ടികൾക്കും
തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചും അവതരിപ്പിച്ചും മറ്റുള്ളവരോടൊപ്പം എല്ലാ വിധത്തിലും മുന്നോട്ട് വരാനുള്ള എല്ലാവിധ വിജയാശംസകളും പ്രാർത്ഥനയും ഈ ദിനത്തിൽ നേർന്നുകൊള്ളുന്നു. സ്കൂൾ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടത് രക്ഷിതാക്കളാണല്ലോ. ഭിന്നശേഷിക്കാരായ നമ്മുടെ സഹോദരങ്ങൾക്കായി നിരവധി പാഠ്യോത്തര പ്രവർത്തനങ്ങൾ അധ്യാപകർ നടത്തി വരുന്നുണ്ട്. ഇതിന്റെ വിലയിരുത്തൽ എന്നോണം 9C ആര്യലക്ഷ്മിയുടെ രക്ഷിതാവ് സംസാരിക്കുന്നു. നമസ്കാരം, ഞാൻ നിഷാനി. എൻ്റെ മകൾ ആര്യലക്ഷ്മി പട്ടണക്കാട് SCU GVHS 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടിയാണ്. ഈ കൊറോണ കാലഘട്ടത്തിൽ അവൾക്ക് പഠിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായങ്ങളും അവരുടെ സ്കൂളിലെ ടീച്ചർമാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് വഴിയും അവളെ എല്ലാ കാര്യങ്ങളും ഇതിൽ സഹായിക്കുന്നവർ. കൂടാതെ തുറവൂർ BRCയിലെ ടീച്ചർമാരും അവരുടെ പഠനത്തിൽ വളരെയധികം സഹായിക്കുന്നുണ്ട്. കൂടാതെ അവർക്ക് പാടാൻ കഴിവുള്ള ഒരു കുട്ടിയാണ്. അതിലും അവരെല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുന്നുണ്ട്. നന്ദി, നമസ്കാരം. ഞാൻ സ്നേഹമിത്ര. ഞാൻ 6ൽ പഠിക്കുന്നു. ഇന്ന് ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനം. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ദിനം. 1992 മുതലാണ് ഈ ദിനാചരണം ഐക്യരാഷ്ട്രസഭ നടത്തുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ പല അവഗണനകളുണ്ട്. എന്നാൽ അതെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ വിജയത്തിലുള്ള മുന്നോടിയാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. നന്ദി. ദൃശ്യമല്ലാത്ത ഒരു വൈറസിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് ലോകം. നമ്മുടെ കളികളെയും പഠന പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തിയ ഈ മഹാമാരിയെ നമ്മൾ തുരത്തുക തന്നെ ചെയ്യും. അതിനുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒരേ മനസ്സോടെ ഒത്തുചേരാം. സാമൂഹ്യ അകലം പാലിച്ചും മുഖാവരണം ധരിച്ചും സ്വയം തയ്യാറെടുക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യാം. ദിനങ്ങളുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതിനാണ് വിവിധ ദിനാചാരങ്ങൾ നടത്താറുള്ളത്. ഈ ദിനത്തിന്റെ പ്രാധാന്യം ഇതിനോടകം എല്ലാവർക്കും ബോധ്യപ്പെട്ടു കാണും. വിഭിന്നങ്ങളായി കഴിവുകളുള്ള നമ്മുടെ സഹോദരങ്ങളെ ഒപ്പം ചേർത്ത് പിടിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരേ മനസ്സോടെ നമുക്ക് പ്രവർത്തിക്കാം. ദേശീയഗാനത്തിനായി 7Aയിൽ നിന്ന് അദ്വൈതിനെയും കൂട്ടുകാരെയും ക്ഷണിക്കുന്നു. ജനഗണ മന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ സിന്ധു ഗുജറാത്ത് മറാത്ത ദ്രാവിഡ ഉത്കല ഗംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ജാഹേ तब शुभ आशीष माहे साधे तब जय गादा जनगण मंगलदायक जय हे भारत भाग्य विधाता जय